ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ ഷെയർ ചെയ്യണത്. നമ്മൾ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഒരു 1 ഡേ ട്രിപ്പാണ് പോയത് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ വണ്ടി വിട്ടു. നമ്മൾ ആദ്യം പോയത് ഞാറക്കൽ ബീച്ചിലേക്കാണ്. കുറച്ച് നേരം അവിടെ വെയിലൊക്കെ കൊണ്ട്, വെയിലും മഴക്കാറും ഒക്കെ മിക്സ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ആംബിയൻസ് ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ കടലൊക്കെ കാണുന്നത് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് എന്തെങ്കിലും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരം ഒന്ന് പോയി ഏതെങ്കിലും ഒരു ബീച്ചിലൊക്കെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആകും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ പോയത് ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തീരെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കടലിൽ ഇറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുമായിരുന്നു. പിന്നെ നമ്മളിതാ അത് ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു പോർഷനാണ്. നമുക്കവിടെ ഇരിക്കാനും കുറേ നേരം നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രീ വെഡ്ഡിങ് ഷൂട്ട് അല്ലെങ്കിൽ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഈ മരങ്ങൾക്ക് ഇടയിലൂടെയൊക്കെ ഓടി നടന്ന് നമ്മുടെ ജഗതി പറയുന്ന ഡയലോഗൊക്കെ നമുക്കപ്പോൾ ഓർമ്മ വരും. അങ്ങനെ കണ്ട ഊഞ്ഞാലിലും മരത്തേലൊക്കെ ചാടിപ്പടഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. ഇതൊരു ഫിഷ് ഫാമാണ് കേട്ടോ. അവിടെ തന്നെ ഉള്ളതാണ്, അധികം ദൂരമൊന്നുമില്ല. അവിടെ തന്നെയുള്ള ഒരു ഫിഷ് ഫാമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മട്ടാഞ്ചേരിക്കായിരുന്നു. നമ്മൾ ജങ്കാറിലാണ് പോയത്. വണ്ടി അടക്കം കയറ്റുന്ന ജങ്കാറിൽ, അങ്ങനെയുള്ള ജങ്കാറിലാണ് പോയത്. ഞാൻ മുന്നേ ജങ്കാറിൽ പോയിട്ടുണ്ട്. ജങ്കാറിൽ മുന്നേ പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്നാ വണ്ടി ജങ്കാറിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ സർവീസിന് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജങ്കാറിൽ കയറി. നമുക്ക് ഈ പോകുന്ന റൂട്ടിൽ തന്നെ വല്ലാർപാടം ടെർമിനലും അതുപോലെ തന്നെ നമ്മുടെ ബോൾഗാട്ടി പാലസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരെ എത്തിയത് മട്ടാഞ്ചേരിയിലാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ദിവസം പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു 2 മണി 2:30 ആ ഒരു ടൈം ആയപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത്. നിറയെ സ്ട്രീറ്റുകളാണ്, ഓരോ സ്ട്രീറ്റിനും പേരുകളും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം, വണ്ടികളുണ്ട്, ശ്രദ്ധിച്ച് നടക്കണം. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരി തെരുവിലൂടെയുള്ളൊരു യാത്രയാണ്. നമ്മൾ സിനിമയിലും അതുപോലെ ഇങ്ങനെ ഫോട്ടോഷൂട്ടിലും കാര്യങ്ങളിലൊക്കെ കാണുന്ന ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ ബിലാൽ ബിഗ് ബി പടത്തിലൊക്കെ ഒരുപാട് സീനുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ ആദ്യം നടന്നത്. പിന്നെ അതായത് ഒരു ചീനവലയാണ് കേട്ടോ, മീനൊക്കെ പിടിക്കുന്ന അതിനുള്ള ചീനവലയാണ്. നമ്മളപ്പോൾ അതിനകത്ത് കയറി വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഗെറ്റ് ഔട്ട് അടിച്ചു നമ്മളെ. സോ നമ്മൾ നേരെ ഇറങ്ങി. നമ്മൾ പിന്നെ പോയത് ജൂ ടൗണിലേക്കാണ്. ഒരുപാട് ആൻറ്റിക് പീസസിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഫോറിനേഴ്സിൻ്റെ മെയിൻ അട്രാക്ഷൻ ഒരു പോയിൻ്റാണ് ഈ ജൂ ടൗൺ. നമ്മൾ സാധനങ്ങൾ നമ്മൾ ആകെ വാങ്ങിച്ചത് പെർഫ്യൂമായിരുന്നു. പെർഫ്യൂം വാങ്ങിച്ചു. നല്ല സ്മെല്ലുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലും ക്ലോക്കുകൾ, ആൻറ്റിക് പീസുകളുടെ വെറൈറ്റി കളക്ഷൻസ് ഓരോ കടകളിലും ഡിഫറെൻറ്റ് ടൈപ്സ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പ്രേ ആണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. ഒരു അത്തറാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ഇങ്ങനെ നടന്ന് തുടരുകയാണ്. അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ ക്ലോത്തിൻ്റെ ഒരു ഷോപ്പിലേക്കാണ് പോയത്. കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ എടുക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഒരു ഷോപ്പിൽ കയറിയത്. അത്യാവശ്യത്തിന് നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. റേറ്റ് നോക്കി എടുക്കണം എന്ന് മാത്രം. അങ്ങനെ നമ്മളങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കുകയാണ്. നമ്മുടെ യാത്ര ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള യാത്രയിൽ നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം വേറെ ഒന്നുമല്ല, ഇത് ആളുടെ ഫ്രണ്ട്സുമായിട്ട്, എൻ്റെ ഹസ്ബൻഡ് ആളുടെ ഫ്രണ്ട്സുമായിട്ട് പോയ ഒരു വീഡിയോ ആണ്. സോ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.